അടുത്ത നമ്മുടെ സെഗ്മെന്റ് എന്താ? ഹെൽത്തി കിച്ചൺ. ഹെൽത്തി കിച്ചണിലേക്ക് നമുക്ക് നീരജ ആന്റിനെ വെൽക്കം ചെയ്യാം അല്ലേ? നീരജ, വെൽക്കം ടു ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൺ. ഹലോ എവ്രിവൺ. ഹായ്. എല്ലാവരും ഇന്നത്തെ കുക്കിംഗ് ഒക്കെ തീർന്നോ? കുക്കിംഗ് തീർന്നു, ഗെയിം തീർന്നു. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ഡിഷ് ഉണ്ടാക്കാൻ എന്താ പോവാം. പേരെന്താ? ഷാഹി ചിക്കൻ കബാബ്. ഷാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽമണ്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഷാഹി ചിക്കൻ കബാബ്സ്. അധികം ഓയിലൊന്നുമില്ല, വളരെ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഇപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് മെയിൻ ചിക്കൻ നമ്മൾ നല്ല ഒന്ന് മിൻസ് ചെയ്ത് വെച്ചതാണ്. മിൻസ്ഡ് ചിക്കനാണ്, ബോണൊന്നും ഇല്ലാണ്ട് വൃത്തിയിൽ മിൻസ് ചെയ്ത് വെച്ചു. പിന്നെ അത് നമ്മളൊരു 400 ഗ്രാംസ് എടുത്തിരിക്കണത്. അപ്പോൾ അതിന് ഒരു 100 ഗ്രാംസ് ഓഫ് ആൽമണ്ട്സ്, ബദാം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുക, ഫൈനായിട്ട് പൗഡർ ചെയ്ത് വെച്ച്. പിന്നെ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില, പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നു. പച്ചമുളകും ഇഞ്ചിയും രണ്ടും എരിവിന് നല്ലതാണ്, ഇഞ്ചി ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. കുറച്ച് സബോള, കുരുമുളക്, ഗരം മസാല പൗഡർ, ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, വളരെ ഈസി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ ചിക്കനിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ഈ പച്ചമുളക് ഇഞ്ചി ഇല്ലേ, ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ടിടാം, ഉപ്പിടാം. കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ചിക്കൻ മിക്സ് ചെയ്തിട്ടു, പച്ചമുളകും ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് അടിച്ചിട്ടിട്ടു, ഉപ്പിട്ടു. ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിക്കാം. അത് കുക്ക് ചെയ്യാൻ പോവാണ്. ചിക്കനിൽ പറയുകയാണെങ്കിൽ ചിക്കൻ്റെ ഓരോ പാർട്ടിലും ഉള്ള പ്രോട്ടീൻ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഏത് ഭാഗത്ത് അറിയോ? ചിക്കൻ്റെ ചെസ്റ്റ് പോർഷനിലാണ്. ആണോ? ഓ ശരി. ഭദ്രക്കുട്ടിക്ക് ചിക്കൻ കോഴിക്കാല് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. വെയിറ്റ് കൂടുന്നതിൻ്റെ മെയിൻ കാരണം ഇങ്ങനെ കളിക്കാണ്ട് ഫുൾ ടൈം ടിവിയോ വീഡിയോ ഒക്കെ കണ്ട് അതിങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിബിൾ ചെയ്തുകൊണ്ടിരിക്കും. എക്സസൈസ് തീരെയില്ല. അപ്പം ഇതൊക്കെയാണ് വെയിറ്റ് കൂടാനുള്ള കാരണം. ഒന്ന്, ആരും എന്നോട് എഗ്രിയോ എന്നല്ല, നെവർ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ ടീ ഓർ കോഫി. ഓക്കെ, അപ്പം എന്താ രാവിലെ കഴിക്കുക? പിന്നെ അടുത്ത ചോദ്യം അതാ. അപ്പോൾ ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഒരു 2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ലൈമ് പിഴിഞ്ഞിട്ട്, വെറും ലൈം, ഉപ്പൊന്നും ഇടണ്ട, ലൈമ് പിഴിച്ച് ആദ്യം അത് കുടിക്കാം. അപ്പോൾ നമ്മുടെ ബോഡികളും എല്ലാവർക്കും നല്ല. അപ്പം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മെറ്റബോളിസം സ്റ്റാർട്ട് ചെയ്യാനും വളരെ നല്ലതാണ്. നാളെ തൊട്ട് നാരങ്ങ വെള്ളം കുടിക്കുമോ രാവിലെ? അപ്പോൾ അതിനകത്ത് ഹണിയൊന്നും ഒഴിക്കാൻ പാടില്ല? ഒന്നും വേണ്ട അല്ലേ? ഇത് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത് അരിച്ച് വെച്ച് ഇനി നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ചിക്കൻ നമ്മൾ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴയ്ക്കാം. നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആൽമണ്ട് പൗഡർ, പിന്നെ മല്ലിയില കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി കുറച്ച് മതി, പിന്നെ കുറച്ച് ഉള്ളി. നമ്മൾ ഉള്ളി വാട്ടുന്നൊന്നുമില്ല, അങ്ങനെ ഇടുക, റോ ആയിട്ട് ഇടുക, കുറച്ച് ജസ്റ്റ് ഒരു ഫ്ലേവറിന്. നമുക്കിത് പതുക്കെ കുഴയ്ക്കാം. കുഴയ്ക്കാൻ നമ്മൾ ഏത് വെള്ളം അറിയാം യൂസ് ചെയ്യുക? ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം.
നമ്മളങ്ങനെ ടിക്കീസ് പോലെ നമ്മൾ കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം നമുക്കൊന്ന് പതുക്കെ ഓയിലിൽ ചൂടാക്കി എടുക്കാം. കുറച്ച് ഓയിലേ യൂസ് ചെയ്യുള്ളൂ അല്ലേ? കുറച്ച് ഓയിൽ, ഒലീവ് ഓയിലാണ്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ടിക്കീസ് ആയി കഴിഞ്ഞു. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഒരുപാട് നേരം നമ്മളിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്നാവും. റെഡി ആയി കഴിഞ്ഞു ഷാഹി കബാബ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ രണ്ട് ടീമും കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഹായ്, ഇന്ന് നമ്മൾ ഇവിടെ വളരെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കിയത് ചിക്കനെ കൊണ്ട്. അപ്പോൾ കുട്ടികളിൽ കാണുന്ന ഒബേസിറ്റി ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുട്ടിക്കാലത്തെ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഭാവിയിൽ മറ്റു പല അസുഖങ്ങൾക്കും കാരണമാവുന്ന ഒരു സംഗതിയായി കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒബേസിറ്റിയുടെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന് മെയിനായിട്ട് ജനറ്റിക് ഫാക്ടറാണ്. ജനറ്റിക് ഫാക്ടർ അമ്മയും അച്ഛനും ഒബേസ് ആണെങ്കിൽ കുട്ടികളിൽ നാച്ചുറലി അഡിപ്പോസ് ടിഷ്യൂസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഫാക്ടർ പ്രിമച്യൂരിറ്റി, അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, അതായത് ഒരു 7 മാസം 7.5 മാസത്തിലൊക്കെ പ്രസവിക്കുന്ന കുട്ടികൾ, അവരുടെ ആ ഒരു ഗ്രോത്ത് ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും ഇനീഷ്യൽ സ്റ്റേജസിൽ. അപ്പോൾ അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ബോഡിയിൽ ഒരുപാട് ജാസ്തി അഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ടാവും. മൂന്നാമതായിട്ട് നമ്മൾ കുട്ടികളിൽ മുലയോട്ട് വളരെ ഏർലി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികളിലും ഒബേസിറ്റി ഇൻ ലേറ്റർ ലൈഫ് കണ്ടുവരുന്നുണ്ട്. പിന്നെ മെയിൻ പ്രോബ്ലം ഇറാറ്റിക് ഡയറ്ററി ഹാബിറ്റ്സ് ആണ്. അതായത് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക, രാത്രിത്തെ ഡിന്നർ വളരെ ഹെവി ആയിട്ട് കഴിക്കുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഇതൊക്കെ ഒബേസിറ്റിക്ക് കാരണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് കുറേ ഒഴിവാക്കാം. വൺ മെയിൻ കോംപ്ലിക്കേഷൻ, നമ്മൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ ഹൈ റിസ്ക് ആണ് ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക്. പിന്നെ വളരെ ഏർലി ഏജിൽ തന്നെ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസും ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റും മിക്ക ചെറുപ്പക്കാരിലും ഒരു 20-25 വയസ്സിലൊക്കെ ഇപ്പം കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് വരുന്നത്. ഇതൊക്കെ ആ ഏർലി ഏജിലുള്ള ഡയറ്റിൻ്റെ പ്രോബ്ലം കാരണമാണ് ഒരു റീസൺ. പിന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് വരാൻ വളരെയധികം സാധ്യത ജാസ്തിയാണ്. വെരിക്കോസ് വെയിൻ, കാലിൽ ഞരമ്പുകൾ കട്ടിയായിട്ടിരിക്കുക, ഇതൊക്കെ ഒബിസിറ്റി ഉള്ള ആൾക്കാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒബിസിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യാൻ പറ്റുക? കുട്ടികളെ കുറച്ചുകൂടിയും നമ്മൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി അവെയർ ആക്കണം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ, ഒന്ന് അവരുടെ എക്സസൈസ് കൂട്ടുക. കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഓഫ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാവുന്ന ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ചുരുക്കുക. പിന്നെ ഒബിസിറ്റിക്ക് ബേസിക് അഡ്വൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെവർ ഗോ ഓൺ എക്സ്ട്രീം ഡയറ്റ്സ്. അത് അഡൽട്ട്സ് ആണെങ്കിലും ശരി കുട്ടികളാണെങ്കിലും ശരി. ഇപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ഡയറ്റ്സ് വെക്കും. ആറ്റ്കിൻസ് ഡയറ്റ്, അതുപോലെ തന്നെ 7 ദിവസം കൊണ്ട് വെയിറ്റ് ചുരുങ്ങുക, പച്ചവെള്ളവും പച്ചക്കറിയും മാത്രം കഴിച്ചിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഡയറ്റ്സിന് പോകുന്നത് വേസ്റ്റാണ്. പിന്നെ ലാസ്റ്റായി പറയാനുള്ളത്, നെവർ സ്റ്റാർവ് ആൻഡ് ട്രൈ ടു ലൂസ് വെയിറ്റ്. പട്ടിണി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ പട്ടിണി കിടക്കുന്തോറും നമ്മുടെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരും. അപ്പോൾ എക്സസൈസും ഡയറ്റും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണാൻ പറ്റൂ.